കട്ടപ്പന നഗരസഭയിലെ പുളിയൻമല പളിയക്കുടിയിലേക്കുള്ള റോഡ് തകർന്ന് ഗതാഗതം ദുഷ്കരമായി. കുടിയിലെ 55ഓളം കുടുംബങ്ങളുടെ യാത്രാമാർഗമാണ് പ്രതിസന്ധിയിലായി കിടക്കുന്നത്. കട്ടപ്പന നഗരസഭയിൽ നിന്നും ഈ റോഡിന്റെ നവീകരണത്തിനായി 10 ലക്ഷം രൂപ അനുവദിച്ചെങ്കിലും നിർമ്മാണ പ്രവർത്തനം ഇതുവരെയും തുടങ്ങിയിട്ടില്ല. പുതിയ ഭരണസമിതി അധികാരത്തിൽ എത്തിയ ശേഷം നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങും എന്ന പ്രതീക്ഷയിലാണ് ഇവിടുത്തെ ആളുകൾ. കട്ടപ്പന നഗരസഭയിലെ ആദിവാസി മേഖലയാണ് പുളിയമല പളിയക്കുടി. 55ഓളം കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. പുളിയമലയിൽ നിന്നും ഇവിടെ എത്തുന്ന റോഡിന്റെ ഏകദേശം 3 കിലോമീറ്ററോളം വരുന്ന ഭാഗമാണ് പൂർണ്ണമായും തകർന്നു കിടക്കുന്നത്. കുണ്ടും കുഴിയുമായി വാഹന ഗതാഗതം അതീവ ദുഷ്കരമാണ്. 8 ലക്ഷം പാസ്സായി കിടക്കുക. പക്ഷെ ഇതുവരെ ഇലക്ഷൻ ഡിക്ലെയർ ആയിക്കൊണ്ട് ഇതുവരെ നടത്തിയിട്ടില്ല. ഇനി അടുത്ത പുതിയ ഭരണസമിതി വന്നിട്ടാണ് കൗൺസിലർമാരോ ചേർപ്പണ യു ഡി എഫിന്റെ അവസാനക്കെടുത്ത പൈസയാണത്. പക്ഷെ MP-യുടെ പൈസയോ പിന്നെ റോഡിനായിട്ട് റോഷി അഗസ്ത്യ എമ്മിയുടെ ഫണ്ടായിട്ടില്ല. പക്ഷെ നമുക്ക് നിലവില് പളിയക്കുടി എന്ന് വെച്ചാൽ 1 കോടി രൂപ ജലവകുപ്പ് മന്ത്രി നമുക്ക് നേരിട്ട് കുടിയുടെ വികസനത്തിന് മാത്രം കൊടുത്തിട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ പ്രത്യേകിച്ച് 8 ലക്ഷം രൂപ ഇപ്പം നിലവിൽ കിടപ്പുണ്ട്. റോഡ് തകർന്നു കിടക്കുന്നതോടെ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഒരു ആശുപത്രി ആവശ്യത്തിന് പോലും സുഗമമായി വാഹനം രോഗിയുമായി ഇതുവഴി കടന്നുപോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. കട്ടപ്പന നഗരസഭയിൽ നിന്നും ഈ റോഡിന്റെ നവീകരണത്തിനായി 10 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. എന്നാൽ നിർമ്മാണ പ്രവർത്തനം ഇതുവരെയും തുടങ്ങിയിട്ടില്ല. പുതിയ ഭരണസമിതി അധികാരത്തിൽ എത്തിയതിനു ശേഷം നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.